കേരളാവധി പത്രത്തിൽ KPCC പുനഃസംഘടനയെ കുറിച്ചൊരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ പിന്നെ മൂന്നാമത്തെ പേരാണ് മാത്യു കുഴൽനാടൻ. ഇപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ അല്ല, അതിൽ 3 പാരഗ്രാഫ് ബുള്ളറ്റ് പോയിന്റ് 3 മാത്യു കുഴൽനാടനെ കേന്ദ്രീകരിച്ചാണ്. ഒന്ന്, യുവനേതാവ്, ക്രിസ്ത്യൻ മധ്യ കേരളത്തിൽ കോൺഗ്രസിന് ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള ഒരു സാധ്യത. പിന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിനെ ഇപ്പോൾ നിർണായകമായി സഭയ്ക്കകത്തും പുറത്തും നിർണായകമായി വിവരങ്ങൾ കൊണ്ടുവന്ന നേതാവ്. ഞാൻ നേരത്തെ അത് പൂർത്തിയാക്കിയത്, അപ്പോൾ ഷമ്മി ഇടപെട്ടത്. അദ്ദേഹം തുടർന്നു വന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഈ നിയമം നമ്മൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് അറിയാം, ഇത് കേസിൻ്റെ വിധിയെ സംബന്ധിക്കോ മെറിറ്റിലേക്കോ പോകാൻ വേണ്ടിയല്ല എന്ന കാര്യം ഉറപ്പാണ്. മാത്യു കുഴൽനാടൻ അഭിഭാഷകനാണ്, ഇത് ഇവിടെ പോയി നിൽക്കുമെന്ന് അറിയാം. ഇത് ലൈം ലൈറ്റിൽ നിർത്തുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അദ്ദേഹം ശത്രു എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രതിയോഗിയല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗി കോൺഗ്രസിനുള്ളിൽ തന്നെയാണ്. അതിനകത്ത് നിലനിർത്തി കൊണ്ടുപോകാനും ആ പൊളിറ്റിക്സിനകത്ത് കേന്ദ്രീകരിക്കാനും ഇന്ന് പത്രങ്ങൾ, ഇന്നല്ല 1-2 ദിവസമായി പത്രങ്ങൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം കേന്ദ്രീകരിക്കുന്നത് മാത്യു കുഴൽനാടൻ.